അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ബേജാറിലാണ്. ഉപജീവനത്തിൽ പലർക്കും ബറക്കത്തില്ല, വിശാലതയില്ല. എന്നാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ദാരിദ്ര്യം നീങ്ങിപ്പോകാനും നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്ത് ലഭിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. നമ്മുടെ മക്കളെയും നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ സജ്ജരാക്കുകയും അവരോടത് കൽപ്പിക്കുകയും ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹയിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വരിസ്ഖു റബ്ബിക ഖൈറുൻ വ അബ്ഖാ. നിന്റെ രക്ഷിതാവിൻ്റെ ഉപജീവനമാണ്, അഥവാ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉപജീവനമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളതും എന്നെന്നും അവശേഷിക്കുന്നതും. വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. താങ്കൾ ക്ഷമയോടുകൂടി നമസ്കരിക്കുകയും കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുക. ലാ നസ്അലുക റിസ്ഖ. ഞാൻ നിങ്ങളോട് ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക്. ഞാനാകുന്നു നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ്, അങ്ങനെയുള്ള ജീവിതത്തിനാണ് ശുഭകരമായ പര്യവസാനമുള്ളത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയുക. ക്ഷമയോടുകൂടി 5 വക്ത് നാമും കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ നഹ്നു നർസുഖുക്, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകുമെന്നാണ്. അപ്പോൾ അള്ളാഹു ഭക്ഷണം തരും, അതിൽ ബറക്കത്ത് നൽകും. അതുകൊണ്ട് നാം എന്ത് വേണം? കൃത്യമായി ഇബാദത്തുകൾ ചെയ്യണം, നമസ്കരിക്കണം. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, തഫറഗ് ലി ഇബാദത്തി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം മാറി നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ മുടക്കം വരരുത്, നമസ്കാരത്തിൽ മുടക്കം വരരുത്. അങ്ങനെയാണെങ്കിൽ അംല ഉസദറക ഗിനൻ, നിങ്ങളുടെ നെഞ്ചിൽ ഞാൻ ധന്യത കൊണ്ട് നിറയ്ക്കും. വ അസുദ്ദ ഫഖറക്, നിങ്ങളുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതെയാകാൻ, നമുക്ക് ധന്യത ലഭിക്കാൻ, ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ പതിവായി കൃത്യമായി 5 വക്ത് നമസ്കരിക്കുക. പരലോകത്തും അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഖൈർ. നമ്മുടെ മക്കളെയും നമസ്കരിക്കുന്നവരാക്കി നമ്മൾ മാറ്റുക, അത് അവരോട് കൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തത്തുല്യമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് കൂടി ഈ നന്മ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.